നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് ക്രിസ്തുമസ് സമ്മാനം. മഞ്ഞ് പെയ്യുന്ന ഒരു ക്രിസ്മസ് രാവിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കൊച്ചുകുട്ടി വഴിയരികിലിരുന്ന് മെഴുകുതിരി വിൽക്കുകയായിരുന്നു. ക്രിസ്മസ് ഒരുക്കുവാൻ ആവശ്യമായ പണം അവൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അമ്മ കുറച്ച് മെഴുകുതിരികൾ ഉണ്ടാക്കി അവന് നൽകി. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം ക്രിസ്മസ് ഒരുക്കാൻ. അവൻ സന്തോഷിച്ച് മെഴുകുതിരി വിറ്റുപോകാൻ കാത്തിരുന്നു. ഈ സമയം ഒരു വൃദ്ധൻ അതുവഴി വന്നു കുട്ടിയോട് ചോദിച്ചു, വളരെ നല്ല മെഴുകുതിരികളാണല്ലോ, ഇതെല്ലാം ഞാൻ എടുത്തോട്ടെ? മെഴുകുതിരികളെല്ലാം ഒരുമിച്ച് വിറ്റുപോകുന്നതോർത്ത് കുട്ടിക്ക് സന്തോഷമായി. അവൻ ആ മെഴുകുതിരികളെല്ലാം വൃദ്ധൻ്റെ കയ്യിൽ കൊടുത്തു. വൃദ്ധൻ അത് സന്തോഷത്തോടെ വാങ്ങിയ ശേഷം ഇങ്ങനെ പറഞ്ഞു, കുട്ടി എന്നോട് ക്ഷമിക്കണം, ഇതിന് നൽകാനുള്ള പണം ഇപ്പോൾ എൻ്റെ പക്കലില്ല, പിന്നീട് ഞാൻ ഇവിടെ വന്ന് തന്നോളാം, വിഷമിക്കേണ്ട, ഈ ചോക്ലേറ്റ് വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് ആ വൃദ്ധൻ കടന്നുപോയി. കുട്ടിക്ക് വളരെയധികം വിഷമമായി. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. അവൻ അവൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, സാരമില്ല, വരുന്ന ക്രിസ്മസ് നമുക്ക് നന്നായി ആഘോഷിക്കാം. അമ്മയുടെ വാക്കുകളിൽ അവൻ സമാധാനിച്ചു. അന്ന് രാത്രിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ സങ്കടത്തിൽ അവൻ ഉറങ്ങുവാൻ കിടന്നു. ഈ സമയം വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അവർ വാതിൽ തുറന്നപ്പോൾ മുറ്റത്ത് ക്രിസ്മസ് കേക്ക്, സമ്മാനങ്ങൾ, ചോക്ലേറ്റ്സ്, അങ്ങനെ ക്രിസ്മസിന് ഒരുക്കുവാൻ വേണ്ടതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവനും അവൻ്റെ അമ്മയ്ക്കും വളരെ സന്തോഷമായി. എന്നാലും ഇതെല്ലാം എവിടെ നിന്നായിരിക്കും? അപ്പോഴാണ് അതിൻ്റെ കൂടെയുള്ള ഒരു ചെറിയ ലെറ്റർ അവൻ ശ്രദ്ധിക്കുന്നത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഡിയർ, നിന്റെ മെഴുകുതിരികളെല്ലാം നന്നായി പ്രകാശിക്കുന്നുണ്ട്. ഇതിനാണ് കൂട്ടുകാരെ ഇങ്ങനെ പറയുന്നത്, നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും.